ചേട്ടാ, ഡൊണാൾഡ് ട്രംപ് ആണല്ലോ ഇപ്പം ചർച്ചാ വിഷയം. ഈ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം ഒരുപാട് നിഗൂഢതകളുണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ ഒരു വാസ്തവം? അതെ, ഓരോ ദിവസവും ചെല്ലിത്തോറും, ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ കഴിയും തോറും ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഈ തോമസ് ക്രൂക്സ് എന്ന് പറയുന്ന ഈ കൊലയാളി, കൊലപാതക ശ്രമം നടത്തിയ ആൾ 20 വയസ്സെന്ന് പറഞ്ഞു, ഇപ്പോൾ അയാൾക്ക് 17 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. വയസ്സല്ല പ്രശ്നം. അയാൾ ആക്ട് ബ്ലൂ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നു, ഒരു സംഘടനയിൽ. അതുകൂടാതെ അയാൾ പ്രവർത്തിച്ച മറ്റൊരു സംഘടനയുടെ പേര് ആൻറ്റിഫ എന്നാണ്. ആൻറ്റിഫ എന്ന സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസ് ആണ്. ഇതാണ് ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന വിവരം. അതായത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും തനിക്കിഷ്ടമുള്ള ഭരണകൂടങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന, നിലവിലുള്ളവരെ അട്ടിമറിക്കാനും തനിക്ക് താല്പര്യമുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനും ശ്രമിക്കുന്ന ആളാണ് ജോർജ് സോറോസ്. ഇഷ്ടമുള്ള ഫണ്ടും. ജോർജ് സോറോസ് നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ $5000 കോടി ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആളാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുമായി ജോർജ് സോറോസിനുള്ള ബന്ധം നമ്മൾ വളരെ വിശദമായൊരു വീഡിയോയിൽ പറഞ്ഞു വന്നാൽ രാഹുൽ ഇയാളുടെ ഒരു കൊച്ചുമകനായി വരും എന്ന് പറയുന്ന വിശദമായൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അതിൻ്റെ റീപ്പറ്റീഷൻ വേണ്ട. നമ്മുടെ ആളുകൾക്ക് ഒരു 10 ദിവസം പിന്നിലേക്ക് പോയാൽ ആ വീഡിയോ കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജോർജ് സോറോസിൻ്റെ ആൻറ്റിഫ എന്ന് പറയുന്ന സംഘടനയിൽ ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ ചെറുപ്പക്കാരൻ ബദേൽ പാർക്ക്, പെൻസിൽവേനിയയിലെ ബദേൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഇയാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പറാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ നമ്മുടെ നാട്ടിൽ പോലെ അല്ലല്ലോ തെരഞ്ഞെടുപ്പുകൾ. ഓരോ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റ്സും 2 പാർട്ടികൾ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യും. അവരെന്ത് ചെയ്യും? അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് 1-2 പേര് മത്സരിക്കും പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലാണ് പിന്നെ അതുപോലെ ഡെമോക്രാറ്റ്സിൽ നിന്നും വരും. അവിടുത്തെ പാർട്ടിക്കുള്ളിൽ ഒരു മത്സരം കഴിഞ്ഞ് ഒരു നേതാവ് ഒരു ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായി വരുന്നു. എന്നിട്ട് പിന്നെ അവർ തമ്മിൽ മത്സരിക്കും. ഇതാണ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുരീതി. അപ്പോൾ ഈ വോട്ടർ, ഇയാൾ തോമസ് ക്രൂക്സ് എന്ന് പറയുന്ന ഇയാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ സംഭാവന കൊടുത്തിരിക്കുന്നത് ഡെമോക്രാറ്റുകൾക്കാണ്. അങ്ങനത്തെ ഇവിടെ എടുത്തു, അപ്പുറത്ത് സാമ്പത്തികമായി സഹായം ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ദുരൂഹത ഓൾറെഡി ഈ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരൂഹത, നമ്മുടെ പത്രങ്ങൾ കാര്യമായി ചർച്ച ചെയ്യാത്ത ദുരൂഹത ഇപ്പോൾ അമേരിക്കയിലും ഇംഗ്ലീഷ് ചാനലുകളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഈ ചെറുപ്പക്കാരൻ ഒരു AR-15 എന്ന് പറഞ്ഞ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. ട്രംപിൻ്റെ മീറ്റിങ്ങിൽ 45,000-ഓളം ആളുകൾ പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. 140 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലിരുന്നാണ് വെടിവെച്ചത്. വെടിവെക്കുമ്പോൾ അത്ര ദൂരത്തിലേക്ക് സാധാരണ കൈത്തോക്കൊണ്ട് വെടിക്കാൻ പറ്റില്ല. അത് സ്നൈപ്പർ ഉപയോഗിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത്. സ്നൈപ്പർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ തോക്കുകൾ ഉപയോഗിക്കുന്ന പോലെ വെടിവെക്കാൻ പറ്റില്ല. കാരണം ട്രംപിന് നേരെ തൊട്ടടുത്ത് പാഞ്ഞു വന്ന് 4 ബുള്ളറ്റുകളാണെന്ന് പറയുന്നു. എന്നാൽ 15ഓളം വെടിശബ്ദം കേട്ടതായി ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ സ്നൈപ്പർ ഉപയോഗിച്ച് വെടിവെച്ചാൽ ഒന്ന് ട്രിഗർ അമർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു 7 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ബുള്ളറ്റ് പോവുകയുള്ളൂ. പക്ഷേ തുടരെ 15ഓളം വെടിശബ്ദങ്ങൾ ഈ ട്രംപിനെ വെടിവെക്കുന്ന വീഡിയോയിൽ കേൾക്കാം എന്നാണ് പറയുന്നത്. അതൊരു വിവാദമായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്നൈപ്പർ ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് തുടരെ ഒരു ബുള്ളറ്റ് കഴിഞ്ഞാൽ 7 സെക്കൻഡ് കഴിയണം അടുത്ത ബുള്ളറ്റ് പുറത്തു പോകാൻ. ഇത്രയും എടുക്കുന്ന, അത് ദൂരെയുള്ള ലക്ഷ്യങ്ങളെ എയിം ചെയ്യാൻ. കാരണം ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആക്രമണത്തിന് ഉപയോഗിക്കുന്ന സാധനമല്ല സ്നൈപ്പർ തോക്കുകൾ. വിദൂര സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്ന് ദൂരെയുള്ള ടാർഗറ്റുകളെ ദൂരദർശിനി മൈക്രോസ്കോപ്പിലൂടെ നോക്കി വെടിവെക്കുന്നതാണ്. ഇയാൾക്ക് നേരെ കൗണ്ടർ അറ്റാക്ക് ഉടനെ ഉണ്ടാവില്ല. അതുകൊണ്ട് പടപടയെന്ന് വെടികൊണ്ട് പോകുന്ന തരത്തിലല്ല ഈ സ്നൈപ്പർ തോക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തുടരെ 20ഓളം ബുള്ളറ്റുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 15ഓളം ബുള്ളറ്റുകൾ, അല്ലെങ്കിൽ 4 ബുള്ളറ്റുകൾ തുരുതുരായി എങ്ങനെ ഈ സ്നൈപ്പർ തോക്കിൽ നിന്ന് ട്രംപിന് നേരെ വന്നു? ഒരിക്കലും വരാൻ സാധ്യതയില്ല. മിനിമം 7 സെക്കൻഡ്. അപ്പോൾ 28 സെക്കൻഡിൻ്റെ ഗ്യാപ്പെങ്കിലും വരണം. 4 ബുള്ളറ്റാണ് വന്നതെങ്കിൽ പോലും. അപ്പോൾ 28 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് വരണം ഈ ബുള്ളറ്റ് വെടി നടക്കാൻ. അപ്പം തുടരെ വെടിവെച്ചാൽ പോലും. അപ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നായി എങ്ങനെ ഇത്ര വെടിയുണ്ടകൾ വന്നു? അത് ഒന്ന് ട്രംപിന് നേരെ പോയി, ഒന്ന് പിന്നിലിരുന്ന ആൾക്കുണ്ട്, വേറെ 2 പേർക്ക് പരിക്കേറ്റു. ഇത്തരം ഒരു സംശയം വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംശയം പോരുന്നത്, ഒന്നിലേറെ ആളുകൾ ട്രംപിനെ വെടിവെക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു.
അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് 17 അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു സ്നൈപ്പർ തോക്ക് ഉപയോഗിക്കാനുള്ള പ്രാവീണ്യം കിട്ടത്തില്ല എന്നാണ് തോക്ക് വിദഗ്ധർ പറയുന്നത്. നിരന്തരം ട്രെയിൻ ചെയ്തെടുത്ത് ശ്രമിച്ചാൽ മാത്രമേ ഒരു സ്നൈപ്പർ തോക്ക് ഉപയോഗിക്കുന്ന ഒരു ഷൂട്ടറെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഉന്നമൊക്കെ പിടിച്ചു. അതെ, അത് മാത്രമല്ല, നോക്കൂ, ആ വെടിയുണ്ട ഇപ്പൊ എല്ലാവരും പറയുന്നത് അത് ചെവിയിലല്ലേ കൊണ്ടുള്ളത്. നോക്കൂ, 1 മില്ലിമീറ്റർ അറിയാ തലച്ചോറിനകത്ത് കയറും. അതെ, അതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി ചെവിയിൽ വെടികൊണ്ടു എന്ന് പറയരുത്. അതായത് ട്രംപ് ഒന്ന് തല മാറ്റിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ മാറിയാൽ തലയ്ക്കകത്തേക്ക് കയറുമായിരുന്നു. വളരെ ലീത്തലായിട്ടുള്ള മാരകമായ ആക്രമണം സംഭവിക്കുമായിരുന്നു. ട്രംപ് കൊല്ലപ്പെടുമായിരുന്നു. വലിയ ദുരന്തമാണ്. അപ്പോൾ ട്രംപിനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസത്തിലാണ് ഈ വെടിയുണ്ട തലയ്ക്കുള്ളിലേക്ക് കയറാതെ പോയത്. അതായത് ട്രംപ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, കൃത്യമായി തലയ്ക്ക് എയിം ചെയ്യാൻ മാത്രമുള്ള പരിശീലനം ഈ വെടിവെച്ച ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിലേറെ ആളുകൾ ഉണ്ടായിരുന്നോ, ഇയാൾക്ക് വിദഗ്ധമായ പരിശീലനം കിട്ടിയിട്ടുള്ളോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് കാരണം അമേരിക്കയുടെ ആണവ രഹസ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റിന് അറിയാം. അതുകൊണ്ട് തന്നെ അത് ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് മുൻ പ്രസിഡന്റായ ട്രംപ് സംസാരിക്കുന്ന വേദിക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ അമേരിക്കൻ സേനയുടെ സീക്രട്ട് സർവീസിന്റെ സ്നൈപ്പർമാരുണ്ടായിരുന്നു. അതിൽ ജൊനാഥൻ വില്യംസ് എന്ന് പറയുന്ന സ്നൈപ്പർ ഇപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വിവരം. ഒരു 140 മീറ്റർ അകലെയുള്ള കെട്ടിടത്തിന് മുകളിൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് തങ്ങൾ കണ്ടിട്ട് അമേരിക്കൻ സീക്രട്ട് സർവീസിൻ്റെ മേധാവി അറിയിച്ചു. സംശയകരമായ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്, അയാളുടെ കയ്യിൽ എന്തൊക്കെയോ ആയുധം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാളെ ന്യൂട്രലൈസ് ചെയ്യാൻ ഫിനിഷ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചപ്പോൾ സീക്രട്ട് സർവീസിൻ്റെ ഡയറക്ടർ അനുവാദം കൊടുത്തില്ല എന്നാണ് ജൊനാഥൻ വില്യംസ് എന്നുള്ള അമേരിക്കൻ സേനയിലെ സീക്രട്ട് സർവീസിൻ്റെ ഷാർപ്പ് ഷൂട്ടറായിരിക്കുന്ന സൈനികൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ട്രംപിനെ വെടിവെക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ഒരു കെട്ടിടത്തിൻ്റെ പാരപ്പറ്റിൽ ഷെയ്ഡിൽ ഈ ചെറുപ്പക്കാരനെ കണ്ടിരുന്നു. അത് മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അതിൽ നടപടിയെടുക്കാൻ അനുമതി കിട്ടിയില്ല എന്നാണ് ജൊനാഥൻ വില്യംസ് എന്നുള്ള സൈന്യത്തിൻ്റെ സീക്രട്ട് സർവീസിൻ്റെ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ദുരൂഹമല്ലേ? അപ്പോൾ എല്ലാം കൊണ്ടും ദുരൂഹം. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് സീക്രട്ട് സർവീസിൻ്റെ ഡയറക്ടറായ കിംബർലി ചീറ്റ്ലി രാജിവെക്കണമെന്ന് ഇപ്പോൾ തന്നെ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ വന്നതോടെ ട്രംപിനെ കൊലപ്പെടുത്താൻ മനഃപൂർവ്വം ഉന്നത നേതൃത്വത്തിൻ്റെ കൂടെ ഒത്താശയോടുകൂടി നടന്ന ഒരു ഗൂഢാലോചനയാണോ നടന്നതെന്ന് സംശയിക്കപ്പെടുന്നു. ഇത് മാത്രമല്ല, ഇയാളെ കണ്ടുപിടിച്ചല്ലോ, ഈ തോമസ് ക്രൂക്സിനെ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ട് അയാളെ ജീവനോടെ പിടിക്കാൻ തയ്യാറായില്ല? അപ്പോൾ അയാളെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യായിരുന്നില്ലല്ലേ? അയാളെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തതാണ്, അയാളെ സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ആ കെട്ടിടം വളഞ്ഞ് അയാളെ ജീവനോടെ പിടിച്ചെടുത്ത് ആരാണ് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന നടത്തിയതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്താതെ അയാളുടെ തലയ്ക്ക് വെടിവെച്ചാണ് സീക്രട്ട് സർവീസ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ഷോട്ടിൽ അയാൾ മരിക്കണമെന്ന് ആർക്കൊക്കെയോ ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കാം. ഇത് മുമ്പ് ഇതേ തിയറി, ഈ കോൺസ്പിറസി തിയറി, ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിൽ ആ സുരക്ഷാ ജീവനക്കാരായിരുന്ന വെടിവെച്ച ബിയാൻ സിംഗിനെ ഉൾപ്പെടെ തൽക്ഷണം നമ്മുടെ സുരക്ഷാ സേന വെടിവെച്ചു വന്നു. അന്നും ഈ തിയറി വന്നതാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ ഈ ചെറുപ്പക്കാരൻ അവർ ഉപയോഗിച്ച ഈ തോക്ക് ഇവിടുന്ന് കിട്ടി, ഇതിൻ്റെ പരിശീലനം, കാരണം സാധാരണ തോക്ക് പോലെയല്ല, ഇതിൻ്റെ വെലോസിറ്റിയൊക്കെ സാധാരണ തോക്കുകളിൽ നിന്ന് ബുള്ളറ്റ് പോകുന്നതിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ ബുള്ളറ്റ് AR-15 എന്ന് പറയുന്ന അസോൾട്ട് റൈഫിളിൽ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ലീത്തലായി ഉപയോഗിക്കാവുന്ന, വളരെ പരിശീലനം വേണ്ടുന്ന തോക്ക് ഉപയോഗിച്ച് സാധാരണ ഒരു ബുള്ളറ്റ് പോയി കഴിഞ്ഞാൽ 7 സെക്കൻഡ് കഴിഞ്ഞ് മാത്രം വെടിവെക്കാൻ കഴിയുന്ന തോക്കിൽ നിന്ന് തുടരെ വെടിയുണ്ടകൾ വന്നതുപോലും ഒന്നിലേറെ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ ആൻറ്റിഫ എന്ന് പറയുന്ന സംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു, അതിൻ്റെ മെമ്പറായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ സംശയമാണ്. ഇപ്പോൾ ട്രംപിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നോക്കൂ, ട്രംപ് വീണ്ടും അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ട്രംപിൻ്റെ പരാജയം പോലും ഇപ്പോഴും തർക്ക വിഷയമാണ്. ട്രംപ് പറയുന്നത് ഞാനാണ് ജയിച്ചതെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ. അത് വെറുതെ ട്രംപിൻ്റെ മാനസിക നില തെറ്റിയതുകൊണ്ടൊന്നുമല്ല. ട്രംപ് ജയിക്കുമെന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിൽ വലിയ അട്ടിമറി നടന്നു.
അപ്പോൾ ട്രംപിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലെ ചൈനയുടെയും റഷ്യയുടെയും ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ നടന്നിരുന്നു എന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ട്രംപ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കുമൊക്കെ വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ട്രംപ് ജയിച്ചേക്കും എന്ന തരത്തിലേക്ക് ട്രെൻഡ് വരുന്നു. ജോ ബൈഡൻ ഓരോ ദിവസവും പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം സംവാദത്തിൽ തോക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റി എന്ന തരത്തിൽ ആ പേരുകൾ മാറിപ്പോന്നു. സെലൻസ്കിയുടെയും കമല ഹാരിസിൻ്റെയും പേരുകൾ ഓർമ്മ കുറയുന്നു. ആരോഗ്യ പ്രശ്നം വരുന്നു. അവിടെയൊക്കെ ട്രംപ് ഏകപക്ഷീയമായി ട്രംപിനോളം മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം വേറെ ഇല്ല എന്ന് വരുമ്പോഴാണ് ഈ അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കുന്നത്. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നും നാളെയും ഒക്കെ ആയിട്ടാണ് ട്രംപിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒഫീഷ്യലി പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അതായത് ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പ് ട്രംപിനെ ഇല്ലാതാക്കാൻ കുറേ നീക്കങ്ങൾ നടന്നു. ട്രംപിനെതിരെ നിരന്തരം കേസുകളാണ്. ഈ കേസുകളെല്ലാം വന്നു. അവസാനം അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും പുള്ളിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, അത് പരിരക്ഷ ഉണ്ടാവും. കാരണം പ്രസിഡന്റ് ഒരു രാജ്യത്തിൻ്റെ അധികാരിയായിട്ട് വന്നു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എടുക്കുന്ന മന്ത്രിസഭയുടെയും അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെയും ഭാഗമായി എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായി പിന്നീട് അദ്ദേഹത്തെ സ്യൂ ചെയ്യാൻ, കേസ് കൊടുക്കാൻ പറ്റത്തില്ല, അത് നിയമവിരുദ്ധമായി കണക്കാക്കാൻ പറ്റില്ല എന്ന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് 12 ജഡ്ജിമാരുള്ള ഒരു പ്രാദേശിക കോടതി ട്രംപിനെതിരെയുള്ളൊരു കേസ് പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ വിധി ട്രംപിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുറത്തു വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനിടയ്ക്ക് ഇതിലെ ഒരു ജഡ്ജി മറ്റൊരാൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശം ചോർന്നു വന്നിരുന്നു. ഞങ്ങൾ എന്തൊക്കെയാണെങ്കിലും അയാളെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഈ ജഡ്ജി പറയുന്നതായ ഒരു വാട്സാപ്പ് സന്ദേശം അമേരിക്കയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ ഏതെങ്കിലും തരത്തിൽ പൂട്ടണം, ലീഗലി പൂട്ടണം, അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ട് കൂട്ടണം, അല്ലെങ്കിൽ ഒരു കേസിൽ ശിക്ഷിച്ച് സ്ഥാനാർത്ഥിയാവുന്ന തടയണം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അമേരിക്കയിലുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി പല കേസുകളിലും സുപ്രീം കോടതിയുടെ ഈ വിധി വന്നപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി, സുപ്രീം കോടതിയുടെ ഒരു ആനുകൂല്യം ട്രംപിന് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിയമപരമായി പൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് തീർത്തേക്കാം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വെടിവയ്പ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. സാധാരണ നോക്കൂ, ഇപ്പോൾ ഇന്നത്തെ മനോരമ, മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ നോക്കൂ. നേരത്തെയൊക്കെ നമ്മുടെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവന് നേരെ ഒരു അസാസിനേഷനോ അല്ലെങ്കിൽ അതിനോ അറ്റംപ്റ്റോ ഒക്കെ ഉണ്ടായാൽ എന്തെല്ലാം സ്റ്റോറികൾ, അതിൻ്റെ കോൺസ്പിറസി തിയറി വരെ വരും. ഇതൊന്നുമില്ല. ട്രംപിന് വെടിയേറ്റു, ചെവിയിൽ മുറിഞ്ഞു എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയാണ്. അപ്പോൾ ട്രംപിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഈ കാര്യങ്ങൾ നടന്നുവെന്ന് സംശയം പ്രബലമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ട്രംപിനെ ഭയക്കുന്നു എന്നുള്ള വലിയ പ്രശ്നമാണ്. അമേരിക്കയിൽ 7.5 7.5 മില്യൺ, 1 മില്യൺ 10 ലക്ഷമാണ്, 7.5 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസ്, നിയമവിരുദ്ധമായി രാജ്യത്ത് നുഴഞ്ഞു കയറിയ ആളുകളുണ്ട്, കുടിയേറ്റക്കാർ. അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവരെയൊക്കെ പുറത്താക്കണം എന്നുള്ള നിലപാടുകാരനാണ് ട്രംപ്. അതുകൂടാതെ ചൈനീസ് വംശജരായ ആളുകളുണ്ട്. ചൈനയ്ക്കെതിരായുള്ള ട്രംപിൻ്റെ നിലപാടും വളരെ വ്യക്തമാണ്. ഈ രണ്ട് പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ യൂറോപ്പിലാകെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ശക്തി വർദ്ധിച്ചു വരുന്ന കാലത്ത് അമേരിക്കയിൽ വീണ്ടും ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിനെ തുടച്ചു നീക്കണമെന്ന അഭിപ്രായമുള്ള ട്രംപ് അധികാരത്തിൽ വരുന്നതിന് എതിരായ ഒരു വികാരം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇതല്ല സംഭവിക്കാൻ പോകുന്നത്. ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിനെതിരായിട്ടുള്ള ട്രംപിൻ്റെ നിലപാടിൽ അതൃപ്തിയുള്ള ആളുകൾ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഉറച്ചു നീക്കുക എന്ന ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നതാണ് സംശയിക്കേണ്ടത്. ഇപ്പം നോക്കൂ, നമുക്ക് ഇതും ഇന്ത്യൻ സാഹചര്യമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യണം. അതായത് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്കെതിരെ പറഞ്ഞ എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി പുറത്തിറങ്ങിയാൽ ഹിറ്റ്ലറെ പോലെയാണ്, പുറത്തിറങ്ങിയാൽ ആളുകൾ ലാത്തി ഉപയോഗിച്ച് ഇയാളെ നേരിടും, തല്ലിക്കൊല്ലുമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അതൊരു ആഹ്വാനമാണ്. പ്രധാനമന്ത്രിയെ കിട്ടിയാൽ നിങ്ങൾ തല്ലിക്കൊല്ലണം എന്ന് പറയുകയാണ്. അങ്ങനെ വെറുപ്പിൻ്റെ ഒരു കാമ്പയിൻ ഇന്ത്യയിൽ ഉണ്ടാക്കി. സമാനമായി ട്രംപിനെ വെച്ചേക്കരുത് എന്ന് പറയുന്നൊരു വികാരം ഒരു വിഭാഗം ആളുകളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിൻ US നടക്കുന്നുണ്ട്. രണ്ടാമത്തത് ഏറ്റവും വലിയ കാര്യം എന്നറിയോ? ട്രംപ് അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം അപകടത്തിലാണ്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ US നടക്കുന്നു. ഇന്ത്യയിൽ എന്താ നടന്നത്? മോദി അധികാരത്തിൽ വന്ന ജനാധിപത്യം അപകടത്തിലാണ്, ഭരണഘടന പൊളിച്ചെഴുതും. സിമിലർ സാഹചര്യങ്ങളാണ്, സിറ്റുവേഷൻസാണ് അമേരിക്കയിൽ നടക്കുന്നത്. ഇനി ഇന്ത്യയിൽ നോക്കൂ. ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു മോദി
അധികാരത്തിൽ വരാതിരിക്കാൻ ജാതീയമായി സംഘടിക്കണം, ജാതി സെൻസസ് വേണം, MDY മുസ്ലിം ദളിത് യാദവ ഐക്യമുണ്ടാവണം, ഐക്യമുണ്ടാക്കി. അങ്ങനെ ജാതി പറഞ്ഞിട്ട് ഇന്ത്യയിൽ വലിയ വിഭജനം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ നടന്നു. അമേരിക്കയിൽ നടക്കുന്ന റേസ് പറഞ്ഞിട്ട് റേസിസമാണ്, വർഗത്തിൻ്റെ പേരിലുള്ള കറുത്തവൻ വെളുത്തവൻ ഇങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നു. ഇനിയോ മോദിയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? മോദി ഏകാധിപതി ഡിക്റ്റേറ്ററാണെന്ന് പറഞ്ഞിരുന്നു. ട്രംപിനെ കുറിച്ച് പറയുന്നതാണ് ട്രംപ് വന്നാൽ ഡിക്റ്റേറ്റർ ഏകാധിപതിയായിട്ട് മാറും. അങ്ങനെ ഇത്രയും ഈ രണ്ട് നറേറ്റീവ്സും എന്താണോ മോദിക്കെതിരെ പറഞ്ഞത് അത് തന്നെ അമേരിക്കയിൽ ട്രംപിനെതിരെ പറയുന്നു. ഒരേപോലെ കാര്യങ്ങൾ പറയാം. ഇത് മാത്രമല്ല, രണ്ടിടത്തും ഇന്ത്യയിൽ മോദിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ആരാണ്? സോറോസ് ആണ്. ഇപ്പോൾ ഇതാ പറയുന്നു ആൻറ്റിഫ എന്ന് പറയുന്ന സംഘടനയിലെ മെമ്പറായിരുന്നു തോമസ് ക്രൂക്സ്, അതിനും ഫണ്ട് ചെയ്യുന്ന ആരാ? സോറോസ്. അപ്പോൾ ലോകത്തിലെ രണ്ട് പ്രബല രാജ്യങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ, ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിനെതിരെ, ചുവപ്പ് ഭീകരതയ്ക്കെതിരെ, ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്ന രണ്ടു നേതാക്കന്മാരെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ് അമേരിക്കയിൽ നടന്നത്. ഇന്ത്യയിൽ ലോകം അംഗീകരിച്ച രണ്ട് നേതാക്കൾ. അതെ, ഇന്ത്യയിൽ മോദിയെ ഭാഗ്യവശാൽ മോദിക്കെതിരെ ഒരു വധശ്രമം ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. വധശ്രമം ഭാഗ്യവശാല ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് മോദിക്കെതിരെ ഒരു ക്യാമ്പയിൻ സോറോസ് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നു. സിമിലർ സിറ്റുവേഷനാണോ അമേരിക്കയിൽ നടന്നതെന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുക. ഏതായാലും സീക്രട്ട് സർവീസ് സേനയിലെ ഉദ്യോഗസ്ഥനായ ജൊനാഥൻ വില്യംസ് ഇപ്പോൾ പരസ്യമായി പറയുന്നു, അദ്ദേഹം ഈ കെട്ടിടത്തിന് മുകളിലിരുന്ന് ഒഫീഷ്യലി സ്നൈപ്പറുമായിട്ടിരുന്ന ഭടനാണ്. അയാൾ പറയുന്നു, ഞാൻ 3 മിനിറ്റ് മുമ്പ് ഇവൻ ഈ കെട്ടിടത്തിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടതാണ്. ഞാൻ എൻ്റെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു ഇവനെ ന്യൂട്രലൈസ് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ നോ എന്നാണ് മറുപടി കിട്ടിയത്. അതിനു മുമ്പ് ഇവനെ വീഴ്ത്താൻ കഴിയുമായിരുന്നു. വീഴ്ത്തിയിരുന്നെങ്കിൽ ട്രംപിന് നേരെ ഈ വെടിവയ്പ് ഉണ്ടാവില്ലായിരുന്നു. ട്രംപിന് മാത്രമല്ലോ, ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ, ഇപ്പോൾ ദേശാഭിമാനി പോലും എഴുതിയിട്ടുണ്ട്, ട്രംപിൻ്റെ നാടകമായിരുന്നു. ഒരാളെ കൊലയ്ക്ക് കൊടുത്ത് സ്വന്തം ചെവിയിൽ മാത്രം കൊള്ളുന്ന തരത്തിൽ വെടിവെക്കാൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടല്ലേ നാടകം നടക്കുന്നത്. അപ്പം നമ്മളിത് വെറുതെ ഗൗരവത്തിൽ കാണണ്ട. ലോകത്ത് ഈ പറയുന്ന ചില ശക്തികളുടെ, ചില ഐഡിയോളജി, ചില ആശയങ്ങളുടെ പ്രയോക്താക്കളായ ആളുകൾ, അവർക്ക് ഭീഷണിയാവുന്ന ആളുകളെ ജനാധിപത്യത്തിലൂടെ, വോട്ടിലൂടെ അല്ലെങ്കിൽ ബുള്ളറ്റിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ട്രംപിന് നേരെയുള്ള ആക്രമണം മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.